ഇച്ചിരി ചോറും കൊണ്ട് ഇടറോ എന്നെ കറി ഇഷ്ടമായില്ലേ? ഉച്ചക്കത്തെ തന്നെ കുറച്ച് ഹെവി ആയിരുന്നു. അതന്നെ കിടക്കുക. മോളെ കടലേക്ക് ഇച്ചിരി വെള്ളം എടുത്തേ. നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ജീവിതത്തിലുണ്ടാവും. അപ്പോൾ അതെല്ലാം ദൈവത്തിന് വിട്ട് ആശ്വസിക്കാൻ പഠിക്കണം. പെർമിഷനൊക്കെ ശരിയാവുമെന്നേ. അവൾ അമ്മമാരുടെ അടുത്തല്ലേ നിൽക്കുന്നേ. ഇത്ര വലിയ വിഷമിക്കേണ്ട കാര്യമില്ല. അല്ല ചാച്ചാ, വേറെ കുറച്ച് പ്രശ്നമുണ്ട്, അതിൻ്റെ ടെൻഷനാണ്. പിന്നെ നിങ്ങൾ തമ്മിലുമല്ലേ? ഏയ് അങ്ങനെയൊന്നുമില്ല ചാച്ചാ. ഈ ലോക്ക്ഡൗൺ ഒക്കെ ആയിട്ടേ റോയ്ച്ചാൻ്റെ ഒരു കൺസൈൻമെൻറ്റ് ഡോക്കിയാടി കെട്ടിക്കിടക്കുക. ഇറങ്ങുമ്പോൾ കിട്ടുമല്ലോ എന്ന് കരുതി ഒരാളുടെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് മറിച്ചായിരുന്നേ. ക്ലോസ് ഫ്രണ്ടാ, സ്കൂളിൽ തൊട്ടേ ഒരുമിച്ചാ. പുള്ളിക്കാണെങ്കിൽ ഇപ്പോൾ കാശ് കിട്ടാതെ നിൽക്കാൻ വയ്യ. വലിയ തുകയാണോ? തുകയൊക്കെ വലുതാ, 2-2.5 വരും. കൂടിയോ? ഉടനെ കൊടുക്കേണ്ടതാണോ? हाँ किताब बोलना। आप ये रॉय बाजू में है क्या? नहीं वो सो रहा है। क्या हुआ? नहीं कुछ नहीं, वो रॉय और वैशाख के बीच में कुछ इश्यूज चल रहा है क्या? वो दोनों का कुछ न कुछ फाइनेंशियल तो होता ही रहता है ना। नहीं इस बार ऐसा नहीं, मुझे ना मामला कुछ सीरियस लग रहा है। वो क्या हुआ, कल रात मेरे और वैशाख के बीच में झगड़ा हो गया। वो गुस्से में कुछ भी बड़बड़ा जा रहे थे और बीच में रॉय का भी बुराई कर रहे थे। 2-3 दिन से बहुत ही परेशान है। मुझे लगा तुम लोगों को कुछ पता होगा। वो ये कोविड को लेके बहुत कुछ चल रहा है ना, उसी का होगा टेंशन। छोड़ना, पुराने दोस्त ऐसे ही होते हैं, आज झगड़ते हैं और कल गले मिल जाते हैं, और फिर देखना दोनों मिलके गलती पूरा अपने ऊपर ही डाल देगा। हाँ वो भी है, चलो फिर ऐसा ही कुछ होगा। तू टेंशन मत ले, ठीक है। മോളെ ജജോ ഇരിക്കേ. എൻ്റെ ആ പന്നി ഫാമിൻ്റെ ലോണെല്ലാം കൂടെ ഒരു തുക കടമുള്ളത് എനിക്കറിയാമല്ലോ. അത് ഈ നല്ലൊരു പങ്ക് ബാക്കിയും നിൽപ്പുണ്ട്. എനിക്കാണെ പഴയ പോലൊന്നും മേലെന്നേ. എൻ്റെ തലയിൽ നീ കടമെല്ലാം കൂടെ ഒഴിച്ച് ഒരു കുഞ്ഞ് സെറ്റപ്പിലോട്ട് മാറിയാലോ എന്ന് കുറേ കാലമായിട്ട് ഞാൻ ആലോചിക്കുക. എത്ര നാളെന്ന് വെച്ച് ഈ അയൽവക്കാരൊക്കെ വന്ന് സഹായിക്കുന്നത്. ഇതെല്ലാം കൂടെ കൊടുത്താൽ ഒരു 4-5 രൂപ കിട്ടും. ഇവിടെ ആണെങ്കിൽ പുതിയ ഫ്ലാറ്റൊക്കെ വരുന്നുണ്ട്. ഒരു 50-60 രൂപ കൊടുത്ത് അതിലൊരെണ്ണം വാങ്ങിയ ഒരു ഒതുക്കാവും. എൻ്റെ കാര്യവും നടക്കും, നിങ്ങളുടെ കാര്യവും നടക്കും. അത് വേണ്ട ചാച്ച. ചാച്ചനായിട്ട് ഉണ്ടാക്കിയെടുത്ത് വീടും പറമ്പല്ലോ ഇത്. ചാച്ചൻ്റെ ആകെ കൂടിയുള്ള സമ്പാദ്യം. എന്ത് കാര്യത്തിനാന്ന് പറഞ്ഞാലും ഇത് വിൽക്കാന്നൊക്കെ പറഞ്ഞാൽ ഒരാവശ്യത്തിന് ഒതുങ്ങുന്നില്ലേ, പിന്നെ ഈ സമ്പാദ്യം എന്തോന്നിനാ? എൻ്റെയും കൂടെ ആവശ്യമാണ്. ഈ കടവും വെച്ചുകൊണ്ട് എന്നെ കർത്താവ് നാളെ വിളിച്ചാ
ഇതെല്ലാം കൂടെ ജപ്തിക്കാർ കൊണ്ടുപോകും. ഒരു 5 കൊല്ലം കൂടെ കഴിഞ്ഞാ ഈ പറമ്പിലൊക്കെ എനിക്കിങ്ങനെ ഇറങ്ങി കിടക്കാൻ പറ്റുമോ? നിങ്ങളാണ് ദൂരദേശങ്ങളിൽ ഇതൊക്കെ ഇവിടെ കിടന്ന് പാമ്പും കയറി പള്ളയും പിടിച്ച് ഇനിയുള്ള കാലത്ത് ഒറ്റയ്ക്ക് നോക്കി നടക്കാവുന്നൊരു ചെറിയ സെറ്റപ്പിലേക്ക് മാറുന്നതാ ബുദ്ധി. ഇപ്പൊ തന്നെ ഈ പറമ്പിന്റെ മൂലയിലൊന്നും ആഴ്ചയിൽ ഒരു തവണ പോലും എനിക്ക് എത്താൻ പറ്റുന്നില്ല. കരോട്ടത്തൊട്ടിന് തെങ്ങിയില തേങ്ങയില നാട്ടുകാർ കൊണ്ടുപോവാ. പിന്നെ വാ. കള്ളന്മാരൊക്കെ ഇറങ്ങി തുടങ്ങി. ഈ അവസ്ഥയിൽ നീ അതൊക്കെ കൂടത്തേ ഉള്ളൂ. 2 അള്ളു വെച്ചെന്ന് പറഞ്ഞിട്ട് എന്നാ കാര്യം? ഉണ്ട് സോപ്പ് എടുക്കാൻ മറന്നുപോയി. ഗുളിമുറിയിലുണ്ട്. ഈ മറവിയ ഒരു കാര്യവും ഓർമ്മക്കത്തില്ല. ഇതങ്ങ് കൂടി വരും. എൻ്റെ അപ്പനും ഇങ്ങനെ ആയിരുന്നു. കുറേ കഴിയുമ്പോൾ തീരെ അങ്ങ് പോവും. ഒരു ഫ്ലാറ്റൊക്കെ ആണേ ഒരു ഹോം നേഴ്സ് മതി, കാര്യങ്ങളോടും. നിങ്ങളെ ചാച്ചനെ സഹായിക്കേണ്ട സമയത്താ ചാച്ചൻ ഞങ്ങളെ. അതൊക്കെ അവൻ്റെ ഓരോരോ ചെയ്തികളല്ലേ. ആ പദ്ധതി നമുക്ക് വല്ലതും അറിയാൻ പറ്റുമോ?